ശാസ്തമംഗലം കൗൺസിലറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന സംഭവ വികാസങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മുൻ കോർപ്പറേഷൻ കൗൺസിലർ ഗായത്രി ബാബു. എംഎൽഎമാരുടെ ശമ്പളവും അലവൻസുകളും സംബന്ധിച്ച തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഗായത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയാണ്. VK പ്രശാന്ത് MLAയുടെ സാലറി സ്ലിപ്പ് ഗായത്രി ബാബു കൂടെ പുറത്തുവിടുന്നുമുണ്ട്. ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ് കുറച്ച ശേഷം 36,550 രൂപയാണ് കൈപ്പറ്റുന്നതെന്ന് സാലറി സ്ലിപ്പിൽ വ്യക്തമായി കാണാം. ഇതിൽ BJPയും കോൺഗ്രസും ഓഫീസ് വാടക എന്ന പേരിൽ ആരോപിക്കുന്ന 25,000 രൂപയും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഈ തുക ഓഫീസ് വാടകയല്ല. സർക്കാർ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ 25,000 രൂപ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ആണെന്നാണ് രേഖകളിൽ പറയുന്നത്. MLAമാർ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായാണ് ഈ തുക അനുവദിക്കുന്നത്. മണ്ഡലത്തിലെ മരണങ്ങളിൽ റീത്ത് വാങ്ങൽ, ഓഫീസിലേക്ക് വരുന്നവർക്കുള്ള ചായ, പാനീയങ്ങൾ കൊടുക്കാൻ, യോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചെലവുകൾ ഉൾപ്പെടെ പൊതുജന സേവനത്തിനായുള്ള ചെലവുകൾക്കാണ് ഈ അലവൻസ് ഉപയോഗിക്കേണ്ടത്. ഓഫീസ് വാടകയായി മാത്രം ഉപയോഗിക്കണമെന്ന നിർദ്ദേശമില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം വസ്തുതകൾ നിലനിൽക്കെ ഓഫീസ് വാടകയായി 25,000 രൂപ വാങ്ങി 800 രൂപ മാത്രം നൽകി ബാക്കി തുക MLAമാർ ദുരുപയോഗം ചെയ്യുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് അവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. KS ശബരിനാഥും മുരളീധരനും MLAമാർ ആയിരുന്നത് കൊണ്ട് തന്നെ അവർക്കറിയാത്തതല്ല ഇക്കാര്യങ്ങൾ. എന്നിട്ടും ഈ വിഷയത്തിൽ കൗൺസിലർക്കൊപ്പം വ്യാജ പ്രചരണം നടത്തുന്നവർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് രാഷ്ട്രീയമായി ഈ വിഷയം CPMനെതിരെ ഉപയോഗിക്കുന്നതും രാപ്പകൽ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ജനപ്രതിനിധികളെ ആകെ സംശയമുനയിൽ നിർത്തുന്നതാണ്. ശാസ്തമംഗലം പോലൊരു സ്ഥലത്ത് 800 രൂപയുള്ളോ വാടക എന്ന പൊട്ട ചോദ്യവുമായി വരണ്ടേയെന്നും ഗായത്രി എടുത്തു പറയുന്നുണ്ട്. ജനസേവനത്തിനുള്ള ജനപ്രതിനിധികളുടെ ഓഫീസ് വാടകരഹിതമായി അനുവദിക്കണമെന്ന അഭിപ്രായമാണ് വ്യക്തിപരമായി ഉള്ളത് എന്ന് പറഞ്ഞാണ് ഗായത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്.